ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഞാൻ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ദീപ ടീച്ചർ. അപ്പം നിങ്ങളുടെ ഈ സെമസ്റ്ററിലെ ഫങ്ഷണൽ സുവോളജി ആൻഡ് ഇമ്മ്യൂണോളജി എന്ന ടെക്സ്റ്റിലെ റെസ്പിറേഷൻ എന്ന ടോപ്പിക്കും ഇമ്മ്യൂണോളജി എന്ന ടോപ്പിക്കുമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിലെ റെസ്പിറേഷൻ ഇന്ന് തുടങ്ങാം. റെസ്പിറേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും റെസ്പിറേറ്ററി പിഗ്മെൻസുമാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സ് എല്ലാം കവർ ചെയ്യാൻ ഇന്ന് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് മെയിൻ കമ്പോണൻ്റായിട്ടുള്ള ഹീമോഗ്ലോബിനെ പറ്റിയായിരിക്കും നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് റെസ്പിറേഷൻ തുടങ്ങാം. Respiration is a process in which organisms regularly utilize oxygen and release carbon dioxide in the atmosphere to liberate energy for body activities. റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഓർഗാനിസംസ് നിരന്തരമായിട്ട് ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുന്നു. അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് ബോഡി ആക്ടിവിറ്റീസിന് വേണ്ട എനർജിയെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അതിൽ 2 സ്റ്റെപ്പായിട്ട് നമുക്കതിനെ തരംതിരിക്കാം. ആദ്യത്തേത് എക്സ്റ്റേണൽ റെസ്പിറേഷൻ, രണ്ടാമത്തേത് ഇൻറ്റേർണൽ റെസ്പിറേഷൻ. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഇവിടെ 2 ഗ്യാസസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഒന്ന് ഓക്സിജനും മറ്റേത് കാർബൺ ഡൈ ഓക്സൈഡും. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെ ബോഡി അകത്തേക്ക് സ്വീകരിക്കുന്നു. ബോഡിക്കകത്തിൽ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് ബോഡിയിൽ നിന്നും തള്ളുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, അത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് നടക്കുന്നത് കൊണ്ട് നമ്മളതിനെ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നു. ഇനി അടുത്തത് ഇൻറ്റേർണൽ റെസ്പിറേഷനാണ്. ഇൻറ്റേർണൽ റെസ്പിറേഷനിൽ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം ഉണ്ടല്ലോ, വയറ്റിനകത്തിൽ കുടലിനകത്തിൽ ചെന്ന് കഴിയുമ്പോൾ അത് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഈ അബ്സോർബ് ചെയ്ത ആഹാരം ഓരോ സെല്ലുകളിലേക്കും ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നു. ഈ ഓരോ സെല്ലിലും ഫുഡിനോടൊപ്പം തന്നെ ബ്ലഡിൽ കൂടെ ആരും എത്തുന്നു, ഓക്സിജനും എത്തുന്നു. എക്സ്റ്റേണൽ റെസ്പിറേഷൻ വഴി ബോഡി സ്വീകരിച്ച ഓക്സിജൻ ബ്ലഡിൽ കൂടെ ഓരോ സെല്ലിനകത്തിലും ചെല്ലുന്നു. അപ്പോൾ സെല്ലിനകത്തിൽ ഇപ്പോൾ ഫുഡ് മെറ്റീരിയൽസും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഈ ഓക്സിജൻ ഈ ഫുഡ് മെറ്റീരിയൽസിനെ ഓക്സിഡൈസ് ചെയ്യുന്നു. ബയോളജിക്കൽ ഓക്സിഡേഷൻ ഓഫ് അബ്സോർബ്ഡ് ഫുഡ് മെറ്റീരിയൽസ് സെൽസിനകത്തിൽ വെച്ച് നടക്കുന്നു. ബോഡിക്കകത്തിലെ എല്ലാ സെല്ലിലും ഈ പ്രോസസ്സ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റേർണൽ റെസ്പിറേഷനെ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിഡേഷൻ എന്നും വിളിക്കാറുണ്ട്. റെസ്പിറേഷൻ കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാനൊന്ന് പിക്ടോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. റെസ്പിറേഷൻ നമ്മൾ പറഞ്ഞു ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതിലാദ്യം നടക്കുന്നത് എക്സ്റ്റേണൽ റെസ്പിറേഷനാണ്. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ബോഡിയും അറ്റ്മോസ്ഫിയറും തമ്മിലാണ്. അപ്പം അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെ ബോഡി സ്വീകരിക്കുന്നു. ബോഡിയിൽ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിലേക്ക് വിട്ടുകൊടുക്കുന്നു. അതാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. ഗേഷ്യസ് എക്സ്ചേഞ്ചും ബോഡിയും അറ്റ്മോസ്ഫിയറും തമ്മിൽ നടക്കുന്നു. ഇനി അടുത്തത് ഇൻറ്റേർണൽ റെസ്പിറേഷൻ. ഇൻറ്റേർണൽ റെസ്പിറേഷനിൽ എക്സ്റ്റേണൽ റെസ്പിറേഷൻ വഴി സ്വീകരിച്ച ഓക്സിജനെ ബോഡിക്കകത്തുള്ള ഓരോ സെല്ലിലേക്കും എത്തിക്കുന്നു. ബ്ലഡ് വഴി ഓരോ സെല്ലിലും എത്തുന്നു. സെല്ലിൽ അപ്പോൾ ഓൾറെഡി ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്. ബ്ലഡ് എത്തിച്ച ഫുഡ് മെറ്റീരിയൽസിനെ ഈ ഓക്സിജൻ ഓക്സിഡൈസ് ചെയ്തിട്ട് എനർജിയും കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ചെയ്യുന്നു. എനർജി വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? അങ്ങനെ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ വഴി വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് എത്തപ്പെടുന്നു. അപ്പം എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന ആ 2 സ്റ്റെപ്പ് പ്രോസസ്സ് വഴി റെസ്പിറേഷൻ എന്ന് പറയുന്ന ഹോൾ പ്രോസസ്സ് നടക്കുന്നു. Respiratory pigments. Respiratory pigments are molecules that help in the transport of respiratory gases. റെസ്പിറേറ്ററി ഗ്യാസുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സ്. റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സ് കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻസ് ആയിരിക്കും. കോഞ്ചുഗേറ്റഡ് പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത അതിലൊരു പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. നോൺ പ്രോട്ടീൻ പാർട്ട് എന്ന് പറയുന്നത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പായിരിക്കും. അതിൽ മെറ്റൽസ് ആയിട്ടുള്ള കോപ്പറോ അയണോ ആയിരിക്കും കാണപ്പെടുന്നത്. കോമൺ ആയിട്ടുള്ള റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സ് ഹീമോഗ്ലോബിൻ, ഹീമോസയാനിൻ, ക്ലോറോക്രുവോറിൻ, ഹീമെറിത്രിൻ ആൻഡ് മയോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ
ഹീമോഗ്ലോബിൻ ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബ്ലഡ് പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ വെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബ്ലഡ് പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോഴത്തേക്കിന് അത് അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്രോട്ടീൻ പിഗ്മെൻ്റാണ്. ഹീമോഗ്ലോബിൻ സാധാരണ വെർട്ടിബ്രേറ്റ്സിൻ്റെ RBCയിലെ സ്ട്രോമയ്ക്കകത്താണ് കാണപ്പെടുന്നത്. എന്നാൽ ലോവർ ഫോംസ് ആയിട്ടുള്ള ഫ്ലാറ്റ് വർംസിലും മൊളസ്കിലും സീ കുക്കുംബേഴ്സിലും ഒക്കെ ഹീമോഗ്ലോബിൻ പ്ലാസ്മയ്ക്കകത്ത് ഡിസോൾവ് ആയിട്ടും കാണപ്പെടും. നമ്മുടെ കേസിൽ എങ്ങനെ RBCക്കകത്തിലെ സ്ട്രോമയ്ക്കകത്തിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. എന്നാൽ ലോവർ ഫോംസിൽ പ്ലാസ്മയിൽ ഡിസോൾവ്ഡ് ഫോംസിലും ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നുണ്ട്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സെൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈ വെയ്റ്റിൻ്റെ 97% ഹീമോഗ്ലോബിനാണ്. അതായത് പ്ലാസ്മ ഇല്ലാത്ത നമ്മുടെ ബ്ലഡ് സെൽസ് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് സെൽസിൻ്റെ 97% ഹീമോഗ്ലോബിനായിരിക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് RBCക്കകത്തിൽ ഉണ്ടെന്നർത്ഥം. ടോട്ടൽ കണ്ടൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 35% ഹീമോഗ്ലോബിനായിരിക്കും. അതായത് RBC അതിൻ്റെ വെള്ളം വറ്റിക്കാതെ RBCക്കകത്തെ വാട്ടർ ഡ്രൈ ചെയ്യും മാറ്റാണ്ട് അത് ഫുള്ളായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 35% ഹീമോഗ്ലോബിനായിരിക്കും. അത് ഉണങ്ങി വെള്ളമെല്ലാം കളഞ്ഞിട്ടാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ 97% ഹീമോഗ്ലോബിൻ കണ്ടൻ്റ് ആയിരിക്കും. അപ്പം ഹീമോഗ്ലോബിൻ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ മോസ്റ്റ് വെർട്ടിബ്രേറ്റ് സെൽസ്. സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഒരു കോഞ്ചുഗേറ്റഡ് പ്രോട്ടീനാണ്, ഒരു ടെട്രാമറാണ്. 4 ഗ്ലോബുലാർ പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് ചേർന്നുണ്ടായിരിക്കുന്നതാണ്. ഈ ഗ്ലോബുലാർ പ്രോട്ടീൻ സബ് യൂണിറ്റ്സിനെ നമുക്ക് മോണോമേഴ്സ് എന്ന് പറയാം. ഓരോ മോണോമറും ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഈ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഒരു ഫോൾഡഡ് അറേഞ്ച്മെൻറ്റ് ഫോം ചെയ്തിട്ട് അതിൻ്റെ സെൻട്രൽ പോക്കറ്റിലേക്കാണ് ഹീം ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹീം ഗ്രൂപ്പിൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതിൻ്റെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്, നോൺ പ്രോട്ടീൻ പാർട്ടാണ്. അതിൻ്റെ ഒരു അയൺ ആറ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് സ്ട്രക്ചറിലേക്ക് പോകാം. സ്ട്രക്ചർ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ കാണിച്ചേക്കുന്ന റിംഗ് സ്ട്രക്ചറിനെയാണ് നമ്മൾ പോർഫൈറിൻ റിംഗ് എന്ന് പറയുന്നത്. ഈ പോർഫൈറിൻ റിങ്ങിൽ 4 പൈറോൾസ് ഉണ്ട്. പൈറോൾസിൻ്റെ നൈട്രജൻ ഗ്രൂപ്പുമായിട്ട് സെൻട്രലിലിരിക്കുന്ന അയൺ അറ്റാച്ച്ഡ് ആണ്. അപ്പം അയണിൻ്റെ 4 വാലൻസിയും 4 നൈട്രജനുമായിട്ട് കണക്റ്റഡ് ആണ്. 5ാമത്തേത് ഗ്ലോബിൻ പോളിപെപ്റ്റൈഡുമായിട്ട് കണക്റ്റഡ് ആണ്. 6ാമത്തെ വാലൻസിയിലാണ് ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത്. അപ്പം ഈ പോർഫൈറിൻ ഹീം അതിൻ്റെ കൂടെ ഗ്ലോബിനൂടെ വന്നപ്പം ഹീമോഗ്ലോബിനായി. ഹീമോഗ്ലോബിൻ്റെ 6ാമത്തെ ഹീമോഗ്ലോബിനകത്തുള്ള അയണിൻ്റെ 6ാമത്തെ പൊസിഷനിലേക്ക് ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അത് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. ഇനി നോക്കിയാൽ അതിൻ്റെ ക്വാട്ടേണറി സ്ട്രക്ചർ 3D ക്വാട്ടേണറി സ്ട്രക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിയാൽ 4 ഡിഫറെൻറ്റ് പോളിപെപ്റ്റൈഡ്സ് ചെയിനിനെ കാണാം. അത് ഗ്ലോബിൻ പ്രോട്ടീൻസ് ആണ്. ആ ഗ്ലോബിൻ പ്രോട്ടീൻസ് സെക്കൻഡറി ഹെലിക്കൽ സ്ട്രക്ചർ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഫോം ചെയ്തേക്കുന്നു, ഒടിഞ്ഞു മടങ്ങി ഫോൾഡഡ് ഫോമിൽ. അതിൻ്റെ നടുക്കായിട്ടിരിക്കുന്ന ആ റെഡ് കളറിൽ, ഒരു മഞ്ഞക്കകത്ത് റെഡ് കളറിലിരിക്കുന്ന ആ കോമ്പൗണ്ടാണ് ഹീം എന്ന് പറയുന്നത്. അതിനെ എൻലാർജ് ചെയ്ത് ഈ പോർഫൈറിൻ റിംഗ് ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ഹീം എന്ന് പറയുന്നത് അങ്ങനെ 4 ഗ്ലോബിൻ ചെയിൻ, അതിൻ്റെ നടുക്കായിട്ടിരിക്കുന്ന ഹീമിനകത്തിലെ അയണിൻ്റെ 6ാമത്തെ പൊസിഷനിലേക്ക് ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇതാണ് ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് 4 polypeptide chain, 2 alpha chain and 2 beta chain which are held together by non-covalent interactions. ഹീമോഗ്ലോബിൻ നമ്മളൊരു ടെട്രാമർ ആണെന്ന് പറഞ്ഞു, 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, അത് ഗ്ലോബിൻ ചെയിൻ ആണെന്നും പറഞ്ഞു. 2 തരത്തിലെ ഗ്ലോബിൻ ചെയിനാണുള്ളത്. 2 ആൽഫ ഗ്ലോബിൻ ചെയിൻ ആൻഡ് 2 ബീറ്റ ഗ്ലോബിൻ ചെയിൻ. ഈ ആൽഫ ഗ്ലോബിൻ ചെയിനെയും ബീറ്റ ഗ്ലോബിൻ ചെയിനെയും കൂടെ കണക്ട് ചെയ്ത് നിർത്തുന്നത് ഇൻട്രാക്ഷൻസ് ആയിട്ടുള്ള ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ്, അയോണിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട് എന്നിവയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ വേരിയൻസ് ഏതൊക്കെയാണ്? 4 പ്രധാന ടൈപ്പ് ഹീമോഗ്ലോബിനാണുള്ളത്. ഈ ഹീമോഗ്ലോബിൻ ടൈപ്സിലെല്ലാം തന്നെ ഹീം ഗ്രൂപ്പ് സെയിം ആയിരിക്കും. ഹീം ഗ്രൂപ്പിൽ വ്യത്യാസമൊന്നും കാണത്തില്ല. അതിൻ്റെ ഗ്ലോബിൻ സബ് യൂണിറ്റിലായിരിക്കും വ്യത്യാസങ്ങളുള്ളത്. അപ്പം ഹീമോഗ്ലോബിൻ വേരിയൻസ് 4 ടൈപ്സ് ഉണ്ട്. ആ 4 ടൈപ്പ് ഹീമോഗ്ലോബിൻ്റെയും ഹീം പാർട്ട് കോൺസ്റ്റൻറ്റും ഗ്ലോബിൻ പാർട്ടിലായിരിക്കും ഡിഫറൻസ് വരുന്നത്. ഹീമോഗ്ലോബിൻ എ, ഹീമോഗ്ലോബിൻ A2, ഹീമോഗ്ലോബിൻ F ആൻഡ് ഹീമോഗ്ലോബിൻ S.
ഇതാണ് 4 ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിൻ വേരിയൻസ്. ടൈപ്സ് ഓഫ് ഹീമോഗ്ലോബിൻ. ഫസ്റ്റ് വൺ ഹീമോഗ്ലോബിൻ എ ഓർ HbA. ഹീമോഗ്ലോബിൻ എ എന്ന് പറയുന്നത് നോർമൽ ഹീമോഗ്ലോബിൻ ആണ്. അഡൽട്ടിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനെയാണ് നമ്മൾ ഹീമോഗ്ലോബിൻ എ എന്ന് പറയുന്നത്, വലിയവരിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ. ഏകദേശം 97% ഓഫ് ഹീമോഗ്ലോബിനും അഡൽട്ടിലേത് ഹീമോഗ്ലോബിൻ എ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഈ HbAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ 2 ഐഡൻറ്റിക്കൽ ആൽഫ ചെയിനും 2 ഐഡൻറ്റിക്കൽ ബീറ്റ ചെയിനുമായിരിക്കും ഉള്ളത്. ആൽഫ ചെയിനിൽ 141 അമിനോ ആസിഡ്സും ബീറ്റ ചെയിനിൽ 146 അമിനോ ആസിഡ്സും ആയിരിക്കും കാണപ്പെടുന്നത്. ഇനി അടുത്ത ഹീമോഗ്ലോബിനാണ് ഹീമോഗ്ലോബിൻ A2. HbA2 എന്നാണ് പറയുന്നത്. ഇതും അഡൽട്സിൽ തന്നെ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനാണ്. പക്ഷേ ഇതിൻ്റെ അളവ് അഡൽട്സിൽ വളരെ കുറവായിരിക്കും. 2.5% അഡൽട്സിൽ ഈ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നുള്ളൂ. ഈ ഹീമോഗ്ലോബിനിൽ 2 ഐഡൻറ്റിക്കൽ ആൽഫ ചെയിനുണ്ട്. ബീറ്റ ചെയിനിന് പകരം ഇവിടെ ഉള്ളത് 2 ഐഡൻറ്റിക്കൽ ഡെൽറ്റ ചെയിനാണ്. ഡെൽറ്റ ചെയിനും ബീറ്റ ചെയിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബീറ്റ ചെയിനിലെ 10 അമിനോ ആസിഡും ഡെൽറ്റ ചെയിനിൽ വ്യത്യാസമായിരിക്കും. രണ്ടിടത്തും 146 അമിനോ ആസിഡ് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഡെൽറ്റ ചെയിനിലെ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് 10 അമിനോ ആസിഡുകൾ ബീറ്റ ചെയിനിലേതുപോലെ ആയിരിക്കത്തില്ല. ഇതാണ് HbA2 അല്ലെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിൻ വേരിയൻറ്റ് പ്രസൻറ്റ് ഇൻ അഡൽട്ട്. തേർഡ് വൺ ഈസ് ഹീമോഗ്ലോബിൻ എഫ് ഓർ HbF. ഹീമോഗ്ലോബിൻ എഫ് എന്ന് പറഞ്ഞാൽ ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്നാണ് അർത്ഥം. ഫീറ്റസിലും ന്യൂ ബോൺസിലും ഒക്കെ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനാണ്. ഫീറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് കിടക്കുന്ന ഇതിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയുന്നത്. ന്യൂ ബോൺസ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ജനിച്ച കുട്ടി. അപ്പോൾ ഒരു 10-12 ആഴ്ച വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ, അതിനെ നമ്മൾ ന്യൂ ബോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീറ്റസിലും ന്യൂ ബോൺസിലും കാണപ്പെടുന്ന ഹീമോഗ്ലോബിനാണ് ഹീമോഗ്ലോബിൻ എച്ച് അല്ലെങ്കിൽ HbF എന്ന് പറയുന്നത്. ഇതിൽ ഈ HbF എന്ന് പറയുന്നത് ഒരു ടെട്രാമറാണ്. അതിൽ 2 ആൽഫയും 2 ഗാമ ചെയിൻസുമാണ് ഉള്ളത്. ആൽഫ ചെയിൻസ് നമ്മൾ പറഞ്ഞ എല്ലാ ഹീമോഗ്ലോബിനിലും 2 ആൽഫ ചെയിൻ അതുപോലെ തന്നെയായിരുന്നു. ഇവിടെ ഗാമ ചെയിനാണ് പിന്നെ ഉള്ളത്, 2 ഗാമ ചെയിൻ. ഫീറ്റൽ ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഹീമോഗ്ലോബിൻ വേരിയൻസിനേക്കാൾ ഓക്സിജനോടുള്ള താല്പര്യം, അഫിനിറ്റി വളരെ കൂടുതലാണ്. കാരണം കുഞ്ഞുങ്ങളിലാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞു. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിലും പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളിലുമാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ പെട്ടെന്ന് വലിച്ച് എടുക്കണം. അതിനുവേണ്ടി ഫീറ്റൽ ഹീമോഗ്ലോബിൻ ഓക്സിജനോടുള്ള അഫിനിറ്റി വളരെ കൂടുതലാണ്. അപ്പം കുഞ്ഞുങ്ങൾ അമ്മയുടെ വയറ്റിൽ യൂട്രസിനകത്തിൽ കിടക്കുന്ന ലാസ്റ്റ് ആ പ്രഗ്നൻസിയുടെ സമയത്തും അതുപോലെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് ഏകദേശം 12 ആഴ്ച പ്രായം ആകുന്നിടം വരെയും ഈ ഫീറ്റൽ ഹീമോഗ്ലോബിനായിരിക്കും അവരുടെ റെസ്പിറേറ്ററി പ്രോട്ടീൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആയിട്ട് ഓക്സിജനെ ക്യാരി ചെയ്യാൻ ഈ കുഞ്ഞുങ്ങളിൽ സഹായിക്കുന്നത്. ഇതാണ് HbF. HbFിലുള്ളത് 2 ആൽഫ ചെയിനും 2 ഗാമ ചെയിനുമാണ്. അടുത്ത ഹീമോഗ്ലോബിൻ വേരിയൻ്റ് ആണ് ഹീമോഗ്ലോബിൻ എസ് അല്ലെങ്കിൽ HbS. സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനാണ്. ഇവരുടെ ടെട്രാമർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ആൽഫ ചെയിനും 2 മോഡിഫൈഡ് ബീറ്റ ചെയിനുമാണ് ഉള്ളത്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബീറ്റ ചെയിനിലെ 6th അമിനോ ആസിഡായിട്ട് വരുന്നത് ഗ്ലൂട്ടാമിക് ആസിഡാണ്. ആ ഗ്ലൂട്ടാമിക് ആസിഡ് മാറിയിട്ട് വാലിൻ വരുന്നു. ഈ വാലിൻ വരുന്നത് മൂലം ഇവരുടെ RBC സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നു, ക്രസൻറ്റിക് ഷേപ്പിലേക്ക് മാറുന്നു. അരിവാളിൻ്റെ കൂട്ട് വളഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഈ ഹീമോഗ്ലോബിന് മറ്റുള്ള നോർമൽ ഹീമോഗ്ലോബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. അതാണ് ഹീമോഗ്ലോബിൻ എസ് എന്ന് പറയുന്ന 4ാമത്തെ ഹീമോഗ്ലോബിൻ വേരിയൻറ്റ്. ഹീമോഗ്ലോബിൻ്റെ വേരിയൻസ് എല്ലാം കഴിഞ്ഞു. നമ്മളിന്ന് ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ കണ്ടു. ഹീമോഗ്ലോബിൻ്റെ 4 ഡിഫറെൻറ്റ് വേരിയൻസ് കണ്ടു. റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സ് ആയിട്ടുള്ള ഹീമോസയാനിൻ, ക്ലോറോക്രുവോറിൻ, ഹീമെറിത്രിൻ, മയോഗ്ലോബിൻ, ഇത്രയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം.